ശരീരത്തിൽ ഒരു അളവിൽ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 24% സ്ത്രീകളും ഒബീസ് എന്നാണ് നമ്മൾ പല പഠനങ്ങളും പറയുന്നത്. അതിൽ കേരളത്തിൽ ആ നമ്പേഴ്സ് ഇനിയും കൂടുതലാണ്. 10 സ്ത്രീകളിൽ 4 സ്ത്രീകൾ വരയ്ക്കും ഒബീസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒബീസിറ്റിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം? ഒബീസിറ്റി പല രോഗങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. നമ്മുടെ ലിവർ, ഹാർട്ട്, ബ്ലഡ് വെസൽസ് അങ്ങനെ പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രോഗമാണ് ഫാറ്റി ലിവർ ഡിസീസ്. എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ഡിസീസ് ഇമ്പോർട്ടൻറ്റ്? നമ്മൾ പലപ്പോഴും ഫാറ്റി ലിവർ ഡിസീസ് വരുന്നത് അറിയില്ല. അതൊരു സൈലൻറ്റ് ഡിസീസാണ്. അതിൻ്റെ ഇനിഷ്യൽ സമയങ്ങളിൽ അതിന് ഒരു സിംറ്റംസും തന്നെ കാണില്ല. നമ്മൾ പലപ്പോഴും ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുപിടിക്കുന്നത് അത് വളരെ വൈകിയിട്ടാണ്. നമ്മൾ സിറോസിസ് അല്ലെങ്കിൽ അതിൽ അത്രയും കോംപ്ലിക്കേഷൻ വരുന്ന സമയത്താണ് നമുക്ക് സിംറ്റംസ് വന്ന് സ്കാൻ ചെയ്ത് നമ്മളത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എങ്ങനെ അത് ഇനീഷ്യൽ സ്റ്റേജസിൽ അറിയാൻ പറ്റും? ഫാറ്റി ലിവർ വന്ന് നമുക്ക് ഒബീസിറ്റി വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഒബീസായ സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ആണെങ്കിൽ ഇനീഷ്യലി ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വന്ന് വെയ്റ്റ് ലോസ് എന്നുള്ളതാണ്. നമ്മൾ 5 to 10% വരയ്ക്കും നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഭക്ഷണ രീതി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അമിതമായ അരി ഭക്ഷണം അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയ ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഫുഡ്സ് കൂടുതലും കഴിക്കുന്നത് ഫാറ്റി ലിവറിന് വളരെ ദോഷകരമായ ഒരു കാരണമായി മാറാൻ പറ്റും. അപ്പം നമ്മൾ ഭക്ഷണ രീതിയും അതിൽ വ്യായാമവും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീനിങ്ങും നമ്മുടെ മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റി ലിവറിൽ.